പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒന്നാമതായി അവൻ ലഹരി ഉപയോഗിക്കുമ്പോൾ, ആദ്യത്തെ പ്രാവശ്യം അവൻ ലഹരി ഉപയോഗിച്ചാൽ വമൻ ശരിബഹാ, ഒന്നാമത്തെ പ്രാവശ്യം അവൻ ലഹരി ഉപയോഗിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ പ്രകാശം അല്ലാഹു എടുത്തു കളയുന്നതാണ്. ഹൃദയത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യം അവൻ കള്ളുകുടിയനായാൽ, കള്ളുകുടിച്ചാൽ, അവൻ ലഹരി ഉപയോഗിച്ചാൽ ബരിഅ മിൻഹുർ റഹ്മാൻ, അല്ലാഹു അവന്റെ കാരുണ്യത്തെ തടഞ്ഞു വെക്കുന്നതാണ്. കള്ളുകുടിയന്മാരുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലും ഗതി പിടിക്കാത്തൊരു ജീവിതമാണല്ലോ. സന്തോഷമില്ലാത്ത ജീവിതമാണ്, സമാധാനമില്ലാത്ത ജീവിതമാണ്, സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ്. അതെന്താ കാരണം? പടച്ചവൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആ വസ്തു അവന്റെ ജീവിതത്തിലേക്ക് അവൻ ചേർത്ത് വെച്ചതുകൊണ്ടാണ്. മൂന്നാമതായി കള്ളുകുടിയൻ, അവൻ മൂന്നാമതായി കള്ളുകുടിച്ചു കഴിഞ്ഞാൽ ബരിഅ മിൻഹുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നതാണ്. റസൂല് ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും നാളെ ആഖിറത്തിലേക്ക് ആ മനുഷ്യന്മാര് കടന്നു വരുമ്പോ, അല്ലാഹുവേ, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്താണ്, ശുപാർശയാണ്, നബി തങ്ങളുടെ ശുപാർശയാണ്. ഏറ്റവും വലിയ പ്രതീക്ഷ അതാണ്, നബി തങ്ങളുടെ ശുപാർശയാണ്. ആ ശുപാർശ പോലും കിട്ടാതെ വലയുന്നവരായി മാറും ലഹരി ഉപയോഗിക്കുന്നവർ, കള്ളുകുടിക്കുന്നവർ. അത് ഉപയോഗിക്കുന്നവർ മാത്രമല്ല കേട്ടോ, അത് ഉപയോഗിക്കാൻ കൂട്ടുനിൽക്കുന്നവർ. ചില ആൾക്കാർ പറയും, ഞാൻ കുടിക്കാറില്ല, പക്ഷെ എന്റെ കൂട്ടുകാരന്മാര് കുടിക്കും. ആ കൂട്ടുകാരന്മാർക്ക് കുടിക്കാനുള്ള പൈസ കൊടുക്കുന്നത് ഇവനായിരിക്കാം, ഇവനിക്കും ആ ശിക്ഷയുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പെട്ടുപോകരുതേ. അല്ലാഹുവേ, മുത്തുറസൂലിന്റെ ശഫാഅത്ത് പോലും കിട്ടാതെ വലാ നിന്യനായി നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. നാലാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഒരു മനുഷ്യൻ കള്ളുകുടിക്കുന്നത് നാലാമത്തെ പ്രാവശ്യമാണെങ്കിൽ ബരിഅ മിൻഹുൽ മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് അസ്രാഈൽ അവനിൽ നിന്നും ഒഴിവാകുന്നതാണ്. നല്ല മരണം പോലും അവനിക്ക് കിട്ടുകയില്ല, നല്ല മരണം ഉണ്ടാവില്ല, ചത്തുപോകുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കണം.